ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരു ചെറുപയർ തോരനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് തലേദിവസം കുതിർത്ത് വെച്ച ചെറുപയർ കഴുകിയിട്ട് ഇട്ട് കൊടുത്തണ്. ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെക്കുക. ഇനി നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം എന്തായിക്കണെന്നുള്ളത്. ചെറുപയറൊക്കെ നല്ല ഉഷാറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചാണ്. അതിലോട്ട് ഓയിലും കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്താണ്. വേവിച്ച ചെറുപയർ അതിൽ കൊട്ടി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് റെഡി ആവണതിൻ്റെ മുമ്പ് നമുക്കൊന്ന് തേങ്ങ ചിരവിയതെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളം വറ്റാൻ വെച്ച പയറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വെള്ളം ഏറിയിട്ടുണ്ട്. അപ്പം നിങ്ങളെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിലോട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്ന രീതിക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ